ഒരു സാധാരണ കുട്ടിയെ അമ്മയില്ലാതെ നോക്കി വളർത്തുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ളപ്പോഴാണ് തന്റെ 22ാമത്തെ വയസ്സിൽ ആദിത്യ തിവാരി എന്ന ചെറുപ്പക്കാരൻ മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ഡൗൺ സിൻഡ്രോം ബാധിച്ച ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നത്. അവനീഷ് തിവാരി എന്ന് പേരിട്ട് വളർത്തിയ ഈ കുഞ്ഞ് പിന്നീട് ആദിത്യയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. ഏറ്റവും പ്രായം കുറഞ്ഞ സിംഗിൾ പാരന്റ് എന്ന വിശേഷണമാണ് ആദിത്യയ്ക്ക് അന്ന് ലഭിച്ചത്. ഡൗൺ സിൻഡ്രോമിന് പുറമെ ഹൃദയത്തിൽ ഒരു ദ്വാരവുമായാണ് അവനീഷ് തിവാരി ജനിച്ചിരുന്നത്. ജനിച്ച ഉടനെ തന്നെ അവനീഷിനെ മാതാപിതാക്കൾ ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെയാണ് കുഞ്ഞ് ഇൻഡോറിലെ ഒരു അനാഥാലയത്തിലേക്ക് എത്തുന്നത്. ഇവിടെ വെച്ചാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ആദിത്യ തിവാരി കുഞ്ഞിനെ ആദ്യമായി കാണുന്നത്. അങ്ങനെ ഒരുപാട് നിയമയുദ്ധങ്ങൾക്കൊടുവിൽ ആദിത്യ ഈ കുഞ്ഞിനെ ദത്തെടുത്തു. ഇന്ന് അവൻ അനാഥനല്ല. അവന്റെ അച്ഛനായും അമ്മയായുമെല്ലാം കൂടെ ആദിത്യയുണ്ട്. ആദിത്യ അവന് വേണ്ടതെല്ലാം നൽകി. അവനെ സ്പെഷ്യൽ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. തന്നെ കുറ്റപ്പെടുത്തിയവർക്കും ഒറ്റപ്പെടുത്തിയവർക്കും മുന്നിൽ തന്റെ തീരുമാനമായിരുന്നു ശരിയെന്ന മകനോടുള്ള തന്റെ സ്നേഹത്തിലൂടെ ഈ അച്ഛൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാധാരണ കുട്ടിയെപ്പോലെ തന്നെ അവനീഷിനെ ആദിത്യ വളർത്തിയെടുത്തു. 2022 ആദിത്യയും അവനീഷും കൂടി ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കി. എവറസ്റ്റ് കൊടുമുടിയുടെ 5500 മീറ്റർ ഉയരത്തിൽ ഇന്ത്യൻ പതാകയുമേന്തി നിൽക്കുന്ന തന്റെയും അവനീഷിന്റെയും ചിത്രങ്ങളാണ് ആദിത്യ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അന്ന് പങ്കുവച്ചത്. എവറസ്റ്റിന്റെ ഇത്രയും ഉയരത്തിലെത്തിയ ക്രോമസോം ഡിസോർഡറുമായി ജനിച്ച ആദ്യത്തെയും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ കുട്ടിയാണ് അവനീഷ്. പ്രത്യേക പരിഗണന വേണ്ടുന്നവരോടും അനാഥരോടുമുള്ള ധാരണ മാറ്റാനാണിതെന്നും ഭയത്തിന്റെ അഭാവമല്ല ധൈര്യം, മറിച്ച് അതിന്റെ വിജയമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഭയം തോന്നാത്തവനല്ല, മറിച്ച് ഭയത്തെ ജയിക്കുന്നവനാണ് ധീരനെന്നും ആദിത്യ തിവാരി അന്ന് തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. കൃത്യമായ ചികിത്സ, പരിശീലനം, ശ്രദ്ധ, പരിചരണം എന്നിവയിലൂടെ അവനീഷിൽ പ്രത്യേകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ അച്ഛനായി. ഓട്ടിസം എന്നത് സ്നേഹം നിറഞ്ഞ പരിചരണത്തിലൂടെ ഒരു പരിധിവരെ മറികടക്കാൻ കഴിയുന്ന അവസ്ഥയാണെന്ന് ആദിത്യ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. കൂടാതെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ആദിത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച അമ്മ എന്ന ബഹുമതി നൽകിയാണ് ആദരിച്ചത്. പാരന്റിംഗ് എന്നത് ലിംഗഭേദത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആർക്കും മാതാപിതാക്കളാകാം. ഒരു സ്ത്രീക്ക് മാത്രമേ കൂടുതൽ ക്ഷമയും കരുതലും സ്നേഹവും ഉണ്ടാകൂ എന്നത് തെറ്റിദ്ധാരണയാണ്. ഒരു പുരുഷനും നല്ല ഒരു രക്ഷിതാവാമെന്നാണ് ആദിത്യ പറയുന്നത്. എന്തായാലും ആദിത്യയുടെയും അവനീഷിന്റെയും ഈ ജീവിത കഥ ഒരുപാട് പേർക്ക് പ്രചോദനമാണ്.